ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും വീട്ടിലും ഇതുപോലുള്ള ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് എത്ര ക്ലീൻ ചെയ്താലും ആ ഒരു ഹോളിനകത്ത് ഉള്ള അഴുക്കൊന്നും നമുക്ക് ബ്രഷ് ഇട്ടൊന്നും കഴുകാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ആ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഒരു ചെറിയ ഈർക്കിളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ നന്നായി ചുറ്റിയെടുത്തതിന് ശേഷം ആ ഒരു ഹോളിനകത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു ഈർക്കിളി നന്നായിട്ട് തന്നെ കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനകത്ത് അഴുക്കുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ. അടുത്തതായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഒരു ബാഡ് സ്മെല്ല്, നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ല് കിച്ചണിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്മെല്ല് പോകാനും, അതുപോലെ തന്നെ നമ്മളെ വീടൊക്കെ ടേബിളും ചെയർ ഒക്കെ തുടക്കാനും, അതുപോലെ നമ്മളെ റൂമുകളിലൊക്കെ ജനലും വാതിലൊക്കെ തുടച്ച് നല്ലൊരു ആ ഒരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഈ ഒരു വെള്ളം കൊണ്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4-5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂടി കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംഫർട്ടും ഈ ഒരു ഗ്രാമ്പും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് തിളക്കുമ്പോൾ തന്നെ നമ്മളെ കിച്ചണൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും, കാരണം ആ ഒരു കിച്ചണിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അടുത്തതായിട്ട് നമ്മൾ കക്ക എരുന്തൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചളി കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കൈമേലൊന്നും ചളി ആവാതെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു മൂടി എടുത്തിട്ടുണ്ട്. ആ മൂടിയുടെ ആ ഒരു ഷാർപ്പായ ഭാഗത്ത് ഇതുപോലൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ചളിയൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എരുന്ത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മൂടിയുടെ ആ ഒരു ഷാർപ്പായ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ആ ഒരു ചളിയൊന്നും എല്ലാ ഭാഗത്തും ആവില്ല, നമ്മളെ കയ്യിലും അധികം ആവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്പായ ഭാഗത്ത് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വേറെ എന്തിലേക്കും കൊട്ടി മാറ്റിയാൽ മതി. എന്നിട്ട് വീണ്ടും ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും ബോട്ടിൽ കഴുകുന്ന ഇതുപോലുള്ള ബ്രഷുകളൊക്കെ. അപ്പോൾ ഇതൊരു പഴയ ബ്രഷാണ്, അപ്പോൾ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപയോഗമുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു ഷോക്സും കൂടി വേണം കേട്ടോ. അപ്പോൾ അതാ ഒരു ഷോക്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷോക്സിനകത്തേക്ക് നമുക്ക് ആ ഒരു ബ്രഷ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രഷ് ഇതിൻ്റെ നല്ല പഴയതായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്കൊരു കമ്പിക്ക് ഒരു ആവശ്യമുള്ളൂ. ആ ഒരു കമ്പി ഇങ്ങനെ വളഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചൂലിൻ്റെ ഇതുപോലുള്ള കുള്ളി ഉണ്ടാവുമല്ലോ, അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു കയറ് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ കയറ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കമ്പി നമുക്കിതുപോലെ വളച്ചെടുക്കാൻ പറ്റണം. അപ്പോഴേ നമുക്ക് എന്തിനാ അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഫാനൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഫാനൊക്കെ തുടക്കുന്നത്. അപ്പോൾ അതൊന്നും വാങ്ങിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്പി നമുക്ക് വളക്കാൻ പറ്റുന്നതുകൊണ്ട് ഫാനിലെ പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫാൻ തുറക്കാൻ ഇനി മുതൽ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലൊരു ഹാങ്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും ഷോക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഷോക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ വീട്ടിലൊക്കെയുള്ള ഡോറിൻ്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പൊടികളൊന്നും നമ്മൾ ശരിക്കും തുടച്ചാൽ പോവില്ല. അപ്പോൾ ഇതുപോലെ ഷോക്സ് ഹാങ്കറിലിട്ടിട്ട് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായി കിട്ടും.
അപ്പോൾ നമ്മുടെ ഷെൽഫുകളൊക്കെ ഇതുപോലെയുള്ള ഭാഗത്തൊക്കെ നമ്മളെ കൈ എത്താത്ത ഭാഗത്തും ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് നല്ല ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ടിലിൻ്റെ ഒക്കെ ഇതുപോലെ ബാക്കിലും സൈഡിലൊക്കെ ഉള്ള പൊടികളൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കംഫർട്ടിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൂമിനകത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻപ് നല്ല ടിപ്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്